ഹലോ, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോഗ്രാഫി, എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബേസിക് ഓഫ് ക്രിപ്റ്റോഗ്രാഫി. ക്രിപ്റ്റോഗ്രാഫി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്തിനാണ് ക്രിപ്റ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ യൂസ് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കുറെ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റയുടെ സെക്യൂരിറ്റി നമ്മൾ ഒരു നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യൽ തന്നെയാണ് ക്രിപ്റ്റോഗ്രാഫിന്റെ യൂസ് എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രസന്റേഷൻ ലെയറിലാണ്. പ്രധാനമായിട്ടും നമുക്ക് രണ്ട് കൺസെപ്റ്റ് ആണുള്ളത്. എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്, പ്രസന്റേഷൻ ലെയറിലാണ്. നമ്മളെ 7 ലെയറിൽ 6ാമത്തെ ലെയറിലാണ്, സോറി, ആപ്ലിക്കേഷൻ ലെയറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 2ാമത്തെ ലെയർ, ഫിസിക്കൽ ലെയറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 6ാമത്തെ ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. ക്രിപ്റ്റോഗ്രാഫി സെക്യൂർസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആൻഡ് എൻഷുർ ദ കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, ഓതന്റിക്കേഷൻ ആൻഡ് നോൺ റെപ്യൂട്ടേഷൻ. ഇതാണ് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോയിന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അതുപോലെ തന്നെ ഓതന്റിക്കേഷൻ ആൻഡ് നോൺ റെപ്യൂട്ടേഷൻ. അപ്പം കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഡാറ്റ കോൺഫിഡൻസ് ആയ, സോറി, പിന്നെ എന്താണ്, ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺസ് ആയിരിക്കണം അത് ആക്സസ് ചെയ്യേണ്ടത്. അത്രയും കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ റിലയബിലിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്റഗ്രിറ്റി. ഓതന്റിക്കേഷൻ അറിയാം. ഓതറൈസ്ഡ് അല്ലെങ്കിൽ എന്താണ്, പിന്നെ നമ്മൾ ഒരു 2 ഫാക്ടർ ഓതന്റിക്കേഷൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ ഡാറ്റനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാണ് ഓതന്റിക്കേഷനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓതന്റിക്കേഷൻ എൻഷുർ ചെയ്യാണ് അത് എക്സാക്ട് യൂസർ തന്നെ അല്ലേ എന്നത്. ദെൻ നോൺ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു ഡാറ്റ സെൻഡ് ചെയ്തു, പിന്നെ വേറൊരാൾ ആ ഡാറ്റനെ എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനാണ് നമ്മൾ നോൺ റെപ്യൂട്ടേഷൻ. അപ്പോൾ ഈ 4 പോയിന്റ് ആണ് നമ്മളെ ക്രിപ്റ്റോഗ്രാഫിയിലെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, എൻഷുർ കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, ഓതന്റിക്കേഷൻ ആൻഡ് നോൺ റെപ്യൂട്ടേഷൻ. ദെൻ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനെ കുറിച്ചാണ്. എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. അപ്പോൾ നമ്മളെ ആപ്ലിക്കേഷൻ ലെയറിന് ഡാറ്റ പ്രസന്റേഷൻ ലെയറിൽ എത്തുന്ന സമയത്ത്, ഓക്കെ, പ്രസന്റേഷൻ ലെയറിൽ എത്തുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? ഡാറ്റ എൻക്രിപ്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഈ എൻക്രിപ്ഷന് നമുക്ക് ഒരുപാട് അൽഗോരിതം പഠിക്കാനുണ്ട്, ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതാണ് ഈ മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ടൈപ്സ് ഓഫ് എൻക്രിപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്, ഇത് എ എന്ന് പറയുന്ന ആളാണ് സെൻഡ് ചെയ്യുന്നത്, ബി എന്ന് പറയുന്ന സെൻഡർ, എ എന്ന് പറയുന്നത് സെൻഡറും ബി എന്ന് പറയുന്നത് റിസീവർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ബി എന്ന് പറയുന്ന ആളുടെ പ്രസന്റേഷൻ ലെയറിലേക്ക് ആ ഡാറ്റ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മളെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ മുന്നേ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, മൂന്നാമതൊരാൾക്ക് ഒരു അറ്റാക്ക് ഇവിടെ നടക്കാനുള്ള ചാൻസ് പറയും. അതിന് അറ്റാക്ക് നടന്നാലും എക്സാക്ട് ഡാറ്റ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് ആണ് സെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതിനെ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണെങ്കിൽ അവിടെ അറ്റാക്ക് നടന്നാലും അത് പിന്നെ ഹാക്കേഴ്സിനെ ഹാക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ കുറവാണ്. ഞാൻ എക്സാമ്പിൾ പറയല്, നമ്മൾ മൊയ്തീൻ സിനിമയിൽ കാഞ്ചനമാലയും മൊയ്തീനും തമ്മിൽ കത്തയക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ എന്താണ്, വേറൊരാളെ അവരുടെ ലെറ്റേഴ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റൂല, അവരെന്താണ് എഴുതുന്നത് എന്നുള്ളത്. അതേ ഒരു മെക്കാനിസം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന സെൻഡർ എന്ത് ചെയ്യുന്നു? ആപ്ലിക്കേഷൻ ലെയറിന് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. ഇൻ പ്രസന്റേഷൻ ലെയറിൽ എത്തുന്ന സമയത്ത് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് ഡാറ്റനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് ആണ് സെൻഡ് ചെയ്യുന്ന ടെക്സ്റ്റിനാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിട്ടുള്ള ആ ടെക്സ്റ്റിനാണ് നമ്മൾ സിഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സിഫർ ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മളെ അടുത്ത ആളുടെ ഇതിലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ അയാളുടെ, അതായത് റിസീവറുടെ പ്രസന്റേഷൻ ലെയറിൽ എത്തിയാൽ ഓക്കെ, അതെന്ത് ചെയ്യുന്നു? ഡീക്രിപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അൽഗോരിതം വെച്ചിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഡീക്രിപ്റ്റ് ചെയ്ത് വീണ്ടും പഴയ ഫോർമാറ്റ് പ്ലെയിൻ ടെക്സ്റ്റിലൊക്കെ ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? യൂസർ അത് എന്ത് ചെയ്യുന്നു? റീഡ് ചെയ്യുന്നു. ഇതാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഒരു പോയിന്റ് നമുക്കുള്ള ഇവിടെ നോക്കാൻ, എന്താണ്, നമ്മൾ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് എ റീഡബിൾ മെസ്സേജ് ബിഫോർ എൻക്രിപ്ഷൻ. എൻക്രിപ്ഷന്റെ മുന്നേ നമ്മൾ മെസ്സേജ് അയക്കുന്ന ആ ഒരു സിമ്പിൾ ഫോർമാറ്റിനാണ്, നമ്മൾ ഓർഡിനറി അയക്കുന്ന ഫോർമാറ്റിനാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയാം. ദെൻ സിഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എൻക്രിപ്റ്റഡ് മെസ്സേജ് ആണ്. ഓക്കെ, ദാറ്റ് അപ്പിയേഴ്സ് അൺറീഡബിൾ ഫോർ തേർഡ് പേഴ്സൺ.
ഒരു തേർഡ് പേഴ്സണിന് അത് റീഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അത് ഒരു എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കും അത് ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹലോ എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ സിഫർ ടെക്സ്റ്റ് ആക്കുമ്പോൾ അതിൽ ഒരു മെത്തേഡാണ് സിഫർ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. പല മെത്തേഡ് ഉണ്ട്, സിഫർ ഉണ്ട്, വിഗ്നർ സിഫർ ഉണ്ട്, അങ്ങനെ കുറെ സിഫർ മെത്തേഡുകൾ ഉണ്ട്. അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ഇവിടെ സിഫർ വെച്ചിട്ട് ഇവിടെ 3 ഷിഫ്റ്റ് ഒരു മെക്കാനിസം ആണ് ഞാൻ യൂസ് ചെയ്തത്. എന്താണ് സിഫർ പ്ലസ് 3 ഷിഫ്റ്റ് മെക്കാനിസം ആണ്. ആ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ A to Z ഉണ്ട്. A to Z നമ്മൾ നമ്പർ ചെയ്യണം. ഓക്കെ, എക്ക് 1, ബിക്ക് 2, C3, D4 അങ്ങനെ പറഞ്ഞിട്ട് Z വരെ 26 ഉണ്ടാവും. അപ്പൊ K കഴിഞ്ഞിട്ട് 3 ഷിഫ്റ്റ് ചെയ്യാനാണ് ഇവിടെ മീൻ ചെയ്തത്. സിഫർ ഈ ഒരു വേർഡ് വെച്ചിട്ട് നമ്മൾ K കഴിഞ്ഞിട്ട് 3 ഷിഫ്റ്റ് ചെയ്താൽ, സോറി K അല്ല, H കഴിഞ്ഞിട്ട് 3 ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് K കിട്ടും. E കഴിഞ്ഞിട്ട് 3 ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് H കിട്ടും. അതായത് FGH, മൂന്നാമത്തെ ലെറ്റർ ആണ് H. ദെൻ L കഴിഞ്ഞിട്ട് 3 ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് O കിട്ടും. ദെൻ L കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്താൽ വീണ്ടും നമുക്ക് O കിട്ടും. O കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്താൽ R കിട്ടും. അപ്പൊ ഇത് വായിക്കുന്ന കോർ എന്ന് പറയുന്നത് എന്തോ ഒരു വേർഡാണ്, പക്ഷെ ഇത് ഹലോ ആണ് സെൻഡ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാവില്ല. കാരണം അത് എന്താണ്, ഇതൊരു എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ് ഡാറ്റ സെൻഡ് ചെയ്തത്. ദിസ് ഈസ് കോൾഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ എക്സാമ്പിൾ ആണ്, മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഏറ്റവും ബേസിക് ലെവൽ ഓഫ് എൻക്രിപ്ഷൻ ആട്ടോ, ബേസിക് ലെവൽ ഓഫ് എൻക്രിപ്ഷൻ ആണ്. നമുക്ക് കുറെ മാത്തമാറ്റിക്കൽ അൽഗോരിതം പഠിക്കാനുണ്ട്. ഓക്കെ, ഇതാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. എൻക്രിപ്റ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, അൺറീഡബിൾ ഡാറ്റ ആണ് കേട്ടോ. ഓക്കെ, അൺറീഡബിൾ ഡാറ്റ ആണ് നമ്മൾ എൻക്രിപ്റ്റഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കൺവേർട്സ് ദി പ്ലെയിൻ ടെക്സ്റ്റ് ടു സിഫർ ടെക്സ്റ്റ് യൂസിങ് അൽഗോരിതം ആൻഡ് കീ ഈസ് കോൾഡ് എൻക്രിപ്ഷൻ. ആൻഡ് ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് ദി എൻക്രിപ്ഷൻ. ഓർ യു ക്യാൻ സേ സിഫർ ടെക്സ്റ്റ് ടു പ്ലെയിൻ ടെക്സ്റ്റ് യൂസിങ് ദി ഡീക്രിപ്ഷൻ കീ. ഇവിടെ എന്ത് കീ ആണ്, എൻക്രിപ്ഷൻ കീ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്, ഡീക്രിപ്ഷൻ കീ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കീ എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷൻ കീ ആണ്. Okay, then confidentiality by preventing the unauthorized access. അപ്പോൾ എന്ത് ചെയ്യുന്നു, കോൺഫിഡൻഷ്യാലിറ്റി എന്ത് ചെയ്യുന്നു എൻഷുർ ചെയ്യുന്നുണ്ട്. ഏത് നമ്മുടെ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് എൻക്രിപ്ഷൻ ആണ്. ടൈപ്സ് ഓഫ് എൻക്രിപ്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 ടൈപ്പ് ഓഫ് എൻക്രിപ്ഷൻ ആണ്. ബേസിക് ആയിട്ടുള്ള എൻക്രിപ്ഷൻ ടൈപ്പ് ആണ്. ഒന്ന് സിമെട്രിക് എൻക്രിപ്ഷൻ ആൻഡ് ദെൻ അസിമെട്രിക് എൻക്രിപ്ഷൻ. അപ്പോൾ സിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ, സിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻഡർ എന്ന് പറയുന്ന ആളുണ്ട്, അതുപോലെ തന്നെ റിസീവർ എന്ന് പറയുന്ന ആളുണ്ട്. സെൻഡറും റിസീവറും, സെൻഡറിന് നമുക്ക് എന്തുണ്ടാവും, ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും. അതുപോലെ തന്നെ സെൻഡറിന് പബ്ലിക് കീ ഉണ്ടാവും. ദെൻ റിസീവറിന് ഉണ്ടാവും പ്രൈവറ്റ് കീ ഉണ്ടാവും. ദെൻ റിസീവറിന് പബ്ലിക് കീ ഉണ്ടാവും. ഓക്കെ, പബ്ലിക് ഈ കീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നടത്തുന്നത്. അപ്പൊ ഈ അസിമെട്രിക് കീ ആൻഡ് സിമെട്രിക് കീ എൻക്രിപ്ഷനിൽ പറയുന്നത് ഇതിലെ ഏത് കീസ് ആണ് യൂസ് ചെയ്യുന്നതിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഫോർ എക്സാമ്പിൾ, പ്രൈവറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒരു പേര് പറയും. പബ്ലിക് കീ ആണെങ്കിൽ വേറൊരു പേര്. അപ്പൊ കീയുടെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, സിമെട്രിക് കീ എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും എന്ന് പറയുന്നത് ഒരേ കീ, അത് പ്രൈവറ്റ് ആ പബ്ലിക് അതിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഒരേ കീ ആണ് യൂസ് ചെയ്യുന്നത്, അതാണ് സിമെട്രിക്. സെയിം കീ ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ദെൻ അസിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസസ് പബ്ലിക് കീ ഫോർ എൻക്രിപ്ഷൻ ആൻഡ് പ്രൈവറ്റ് കീ ഫോർ ഡീക്രിപ്ഷൻ. അതായത് ഡിഫറെന്റ് കീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, സെയിം കീസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിഫറെന്റ് കീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ നോക്കുക, ഫിഗർ നോക്കുക. ആദ്യം തന്നെ നമ്മൾ സിമെട്രിക് കീ എൻക്രിപ്ഷൻ നോക്കാം. സെൻഡർ എന്ത് ചെയ്യുന്നു, പ്ലെയിൻ ടെക്സ്റ്റ് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് കീയാ യൂസ് ചെയ്യുന്നത്, എന്താ, സെയിം കീ. ഷെയർഡ് സീക്രട്ട് കീ, സെയിം കീ യൂസ്ഡ് ഫോർ എൻക്രിപ്റ്റ് ആൻഡ് ഡീക്രിപ്റ്റ്. അപ്പൊ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നടക്കുന്നത് ഒറ്റ സിംഗിൾ കീ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, സിംഗിൾ കീ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ആ ഏത് കീ ആണ് യൂസ് ചെയ്യുന്നത് ഉള്ളത് പിന്നെ നോക്കാം നമുക്ക്. ഓക്കെ, ദെൻ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നടക്കുന്നത്. ഇവിടെ നോക്കാം, എൻക്രിപ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് റിസീവറിന്റെ പബ്ലിക് കീ ആണ്. ഡീക്രിപ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് റിസീവറിന്റെ പ്രൈവറ്റ് കീ ആണ്. എന്താണ്, റിസീവറിന്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡീക്രിപ്റ്റ് ചെയ്യുന്നത് റിസീവറിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ്. ഈ ഫിഗർ നിങ്ങൾ വരച്ചു വെക്കണം കേട്ടോ. എൻക്രിപ്ഷൻ അസിമെട്രിക്കും സിമെട്രിക്കും ചോദിക്കുമ്പോൾ ഇവിടെ സീക്രട്ട് കീ ആണ്, പ്രൈവറ്റ് കീ, സെയിം പ്രൈവറ്റ് കീ എന്ത് ചെയ്യുന്നു യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ എൻക്രിപ്ഷന് വേണ്ടിയിട്ടും ഡീക്രിപ്ഷന് വേണ്ടിയിട്ടും. ഇവിടെ രണ്ടും
എന്താണ് ഡിഫറെന്റ് കീ ആണ്. റിസീവറുടെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു, ദെൻ റിസീവറെ പബ്ലിക് കീ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇനി നോക്കുക എന്താണെന്നുള്ളത്. അപ്പം എ സിംഗിൾ സീക്രട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. അതാണ് നമ്മളെ സിമെട്രിക് കീ എന്ന് പറഞ്ഞാൽ, സിമെട്രിക് കീ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ, ദെൻ ഓർ ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. കീ മസ്റ്റ് ബി കെപ്റ്റ് സീക്രട്ട് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. ആ ഷെയർ ചെയ്യുന്ന ആ കീ എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിരിക്കും. ആ പ്രൈവറ്റ് സീക്രട്ട് കീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെൻഡറിന്റെ റിസീവറിന്റെയും അവർക്ക് മാത്രമേ അതിനുള്ള അറിയുള്ളൂ, നോളജ് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് അൽഗോരിതമാണ് AES എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. DES എന്ന് പറഞ്ഞാൽ ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് കേട്ടോ, എനിക്ക് പെട്ടെന്ന് മറന്നുപോയി. ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. ദെൻ 3DS എന്ന് പറഞ്ഞാൽ 3 ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. അത് നമുക്ക് എങ്ങനെയാണ് അതിന്റെ കീന്റെയും സൈസും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ദെൻ RC4 എന്ന് പറഞ്ഞാൽ റിവേഴ്സ്ഡ് സിഫർ 4 എന്നുള്ളതാണ്. ദെൻ ബ്ലോഫിഷ് എന്ന് പറയും. ഈ അൽഗോരിതം ഒക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, സിമെട്രിക് കീ എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ഡീക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ വർക്കിംഗ് ആണ് പറയുന്നത്. 3 സ്റ്റെപ്പ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് സെൻഡർ എൻക്രിപ്റ്റ് ദി പ്ലെയിൻ ടെക്സ്റ്റ് യൂസിങ് ദി സീക്രട്ട് കീ. ഓക്കെ, സീക്രട്ട് കീ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കീ ആൻഡ് എൻക്രിപ്ഷൻ അൽഗോരിതം. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുന്നത്. സെൻഡർ എന്ത് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു ബൈ യൂസിങ് സീക്രട്ട് കീ. ദെൻ ദ സിഫർ ടെക്സ്റ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദി റിസീവർ. ആ എൻക്രിപ്റ്റ് ചെയ്ത ആ സിഫർ ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ ട്രാൻസ്മിറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, റിസീവർ എന്ത് ചെയ്യുന്നു, ഡീക്രിപ്റ്റ് ചെയ്യുന്നു. ആ സിഫർ കീനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് വീണ്ടും പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് മാറ്റുന്നു ബൈ യൂസിങ് ദി സെയിം, ഏത് കീ ആണോ ഷെയർ ചെയ്തത് ആ സെയിം കീ വെച്ചിട്ടാണ് വർക്കിംഗ് നടക്കുന്നത്. ദിസ് ഈസ് സിമെട്രിക് കീ അൽഗോരിതം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ നോക്കുക, ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ DES യൂസ് ചെയ്യുന്നത് നമ്മൾ 56 ബിറ്റ് കീ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കീ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, 56 ബിറ്റ് കീ ആണ്. ഇവിടെ 16 റൗണ്ട് എടുത്തിട്ടാണ് ഈ ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ദെൻ അഡ്വാൻസ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 128 കീ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 192 ബിറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 256 ബിറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഈ 3 ടൈപ്പ് കീസും ഓക്കെയാണ്. ദെൻ ഹൈലി സെക്യൂർഡ് ആണ്, അതായത് ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡിനെക്കാട്ടിലും സെക്യൂർഡ് ആണ്. ദെൻ ട്രിപ്പിൾ DES എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, DES ഓപ്പറേഷൻ, എൻക്രിപ്ഷൻ ഓപ്പറേഷൻ 3 ടൈംസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അത് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DES ഓപ്പറേഷൻ, ആ DESന്റെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. എത്ര കീ ഏതാണ് യൂസ് ചെയ്യുന്നത്, 56 ബിറ്റ് കീ ആണ് ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത്. AES ആണെങ്കിൽ ഈ 3 ടൈപ്പിലുള്ളത് യൂസ് ചെയ്യുന്നുണ്ട്, 128, 192, 256 ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് 3 ടൈംസ്, എന്താണ് 3 ടൈംസ് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ 3DS എന്ന് പറയുന്നത് കേട്ടോ. 3DES, 3 ടൈംസ് ട്രിപ്പിൾ DS എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജ് ആണ് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് കമ്പയർഡ് ടു അസിമെട്രിക് അൽഗോരിതം. ഫാസ്റ്റ് ആണ്. ദെൻ സ്യൂട്ടബിൾ ഫോർ എൻക്രിപ്റ്റിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ദെൻ ലോവർ കമ്പ്യൂട്ടേഷൻ ഓവർ. ഓക്കെ, ലോവർ കമ്പ്യൂട്ടേഷൻ ഓവർ. ദെൻ ഡിസഡ്വാൻറ്റേജ് ചാലഞ്ചസ് പറയുന്നുണ്ട്. കീ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം, സെക്യൂരിറ്റി ഓർ ഷെയറിംഗ്. അപ്പൊ സീക്രട്ട് കീ ഷെയർ ചെയ്യുന്നത് ആ സീക്രട്ട് കീ ഹാക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് ഷെയർ ചെയ്യുമ്പോൾ സീക്രട്ട് കീ. ദെൻ ദ കീ ഈസ് കോംപ്രമൈസ്, സെക്യൂരിറ്റി ഈസ് ലോസ് എന്ന് പറയുന്നത്. അപ്പം ഈ കീ എന്ന് പറയുന്നതിൽ കീ ഷെയർ ചെയ്യുന്ന സമയത്തുള്ള പ്രോബ്ലം തന്നെയാണ് ഇവിടെ പറയുന്നത്. കീ എന്ന് പറയുന്നത് നമ്മൾ ഒരേ കീ യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്യുന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റി ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലാർജ് നെറ്റ്വർക്കിൽ ഇത് സപ്പോർട്ട് അല്ല. ഏതെങ്കിലും 2 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ലാർജ് നെറ്റ്വർക്കിൽ ഇത് സപ്പോർട്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് അസിമെട്രിക് കീ എൻക്രിപ്ഷൻ ആണ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് കീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ സേ അസിമെട്രിക് കീ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ ആരുടെ, റിസീവർ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ദെൻ റിസീവർ സോറി നോക്കാം. ഓക്കെ, റിസീവറെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് ഡീക്രിപ്റ്റ് ചെയ്യുന്നത്. ഡീക്രിപ്റ്റ് ചെയ്യുന്നത് എന്താണ്, റിസീവറെ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യുന്നു, റിസീവറെ പബ്ലിക് കീ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ദ സെൻഡർ എൻക്രിപ്റ്റ് ദി മെസ്സേജ് യൂസിങ് റിസീവേഴ്സ് പബ്ലിക് കീ. ദെൻ ആൻഡ് ദ റെസിപ്പിയന്റ് ഡീക്രിപ്റ്റ് ദി മെസ്സേജ് ബൈ യൂസിങ് ദെയർ ഓൺ പ്രൈവറ്റ് കീ. അപ്പൊ റിസീവറെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡീക്രിപ്റ്റ് ചെയ്യുന്നു. ദെൻ റിസീവറെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. മറ്റേത് രണ്ടും സെയിം സീക്രട്ട് കീ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ പ്രൈവറ്റ് കീ ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക്
പിന്നെ ഒന്നും കൂടെ എന്താണ് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നും കൂടെ സെക്യൂരിറ്റി അസിമെട്രിക് കീ എൻക്രിപ്ഷൻ ഓർ ഡീക്രിപ്ഷൻ അൽഗോരിതം എന്ത് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇവിടെ നോക്കുക, കീ പെയർ എന്താണ്, കീ ഫീച്ചേഴ്സ് ആണ് നമുക്കറിയാം. പെയർ ഓഫ് കീസ് യൂസ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി മോർ സെക്യൂർ ദാൻ സിമെട്രിക് കീ, കാരണം എന്താ, ഡിഫറെന്റ് കീസ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് കീ ഷെയർ ചെയ്യുന്നില്ല, നെറ്റ്വർക്കിലൂടെ ഷെയർ ചെയ്യുന്നില്ല. ദെൻ സ്ലോ ആണെന്ന് പറയുന്നത്, സ്ലോ ആണ്. ഇതാ മറ്റേ സിമെട്രിക് കീ കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ്, ഇതെന്താണ് സ്ലോ ആണെന്ന് പറയും. ദെൻ ഇവിടെ യൂസ് ചെയ്യുന്ന അൽഗോരിതാണ് RSA അൽഗോരിതം. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. റിവേഴ്സ്ഡ് ഷാമിംഗ് അഡ്ലമൻ എന്നാണ് ഫുൾ ഫോം. വൈഡ്ലി യൂസ്ഡ് ടെക്നിക് ആണ്. ഇത് മാത്തമാറ്റിക്കൽ അൽഗോരിതം ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ അത് എടുക്കും. ദെൻ ഈസീസ് എലിപ്റ്റിക് കർവ് ക്രിപ്റ്റോഗ്രാഫി. ദെൻ DSA ഡിജിറ്റൽ സിഗ്നേച്ചർ സിസ്റ്റം, ഇതും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മുടെ സിലബസിലുണ്ട്. ദെൻ ഡെഫി ഹെൽമാൻ കോഡ് ഒക്കെ ഉണ്ട്. ഇതൊന്നും പറയുന്നില്ല. യൂസ്ഡ് ഫോർ സെക്യൂർ കീ എക്സ്ചേഞ്ച് ആണ്. അപ്പം ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് DSA ആൻഡ് RSA ആണ്. എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളതും അതിന്റെ മാത്തമാറ്റിക്കൽ അൽഗോരിതംസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ അൽഗോരിതാണ്, അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രാഫിയുടെ അൽഗോരിതാണ് കേട്ടോ. ദെൻ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന HTTPS ഉണ്ടല്ലോ. HTTPSൽ SSL ഓർ TLS യൂസ് ചെയ്ത് അത് ഈ അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രാഫി യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇമെയിൽ എൻക്രിപ്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ എന്തിൽ ബിറ്റ് കോയിൻ ഒക്കെ അതിലൊക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ്, അസിമെട്രിക് കീ എൻക്രിപ്ഷൻ ആണ്. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, എൻഷുർ ഓൺലി ഓതറൈസ്ഡ് എൻറ്റിറ്റീസ് ഓർ ഓതറൈസ്ഡ് പേഴ്സൺ ക്യാൻ റീഡ് ദി ഡാറ്റ. അതാണ് കോൺഫിഡൻഷ്യാലിറ്റിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഡാറ്റ എന്തായിരിക്കണം, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതായത് A എന്ന് പറയുന്ന ഒരാൾ ഡാറ്റ സെൻഡ് ചെയ്തു, Bയിലേക്ക് സെൻഡ് ചെയ്തു. അപ്പൊ ഇവിടെ ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ Aയും Bയും ആണ്. അത് തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഒരാള്, മൂന്നാമത്തെ C എന്ന് പറയുന്ന ഒരാള്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആള് ഈ ഡാറ്റ റീഡ് ചെയ്യാനുള്ള ഒരു ഇത്. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. ദെൻ അച്ചീവ് യൂസിങ് എൻക്രിപ്ഷൻ ടെക്നിക്ക്, AES അതുപോലെ തന്നെ DES ഒക്കെ വെച്ചിട്ട് നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടുത്തെ എന്തിനാണ്, ബാങ്കിങ് അതുപോലെ തന്നെ മെസ്സേജ് ആപ്പ്, ക്ലൗഡ്, VPNലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതെന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു നമ്മുടെ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ബാങ്കിങ്, ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ മെസ്സേജിങ് ആപ്പ്, സെക്യൂരിറ്റി. അപ്പം ഇത്രയാണ് നമ്മളെ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ക്രിപ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ടു എൻഷുർ ദി സെക്യൂരിറ്റി ഓർ എൻഹാൻസിംഗ് ദ സെക്യൂരിറ്റി ത്രൂ ദി നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ. അതാണ് നമ്മുടെ ക്രിപ്റ്റോഗ്രാഫി വരുന്നത്. വി ഹാവ് 2 ടൈപ്പ് ഓഫ് എൻക്രിപ്ഷൻ ആൻഡ് അൽഗോരിതം. എന്താണ്, സിമെട്രിക് ആൻഡ് അസിമെട്രിക്. സിമെട്രിക് എന്ന് പറയുന്നത് സെയിം കീ ആണ്, സെയിം സീക്രട്ട് കീ യൂസ്ഡ് ഫോർ ബോത്ത് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. അസിമെട്രിക് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, റിസീവേഴ്സ് പബ്ലിക് കീസ് യൂസ്ഡ് ഫോർ എൻക്രിപ്ഷൻ ആൻഡ് പ്രൈവറ്റ് കീ യൂസ്ഡ് ഫോർ ഡീക്രിപ്ഷൻ. ദെൻ അൽഗോരിതംസ് ഏതൊക്കെയാണ്, AES, DES, DDS ഒക്കെ സിമെട്രിക് കീ അൽഗോരിതം ആണ്. ദെൻ RSA റിവേഴ്സ്ഡ് ഷാമിൽ, അഡ്ലമർ, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡെഫി ഹെൽമാൻ കോഡ്, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്, അസിമെട്രിക് കീയുടെ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ അൽഗോരിതത്തിനെ കുറിച്ചിട്ടാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് പ്ലെയിൻ ടെക്സ്റ്റ്, സിഫർ ടെക്സ്റ്റ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ.